നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പ് മാളൂട്ടി വളവിൽ നിയന്ത്രണം വിട്ട ബൈക്ക് താഴ്ചയിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. വെള്ളാങ്ങല്ലൂർ തൈപ്പറമ്പിൽ വീട്ടിൽ 22 വയസ്സുള്ള റിസാലാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന തളിക്കുളം പണിക്ക വീട്ടിൽ ഷാഹിദിനെ സാരമായി പരിക്കോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാത്രി 11:30 ചാവക്കാട് ഭാഗത്തു നിന്ന് അഞ്ചങ്ങാടിയിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ബൈക്ക് മാളൂട്ടി വളവിൽ റോഡരികിലെ തെങ്ങിൻ പറമ്പിലെ 4 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞു. തെങ്ങിലിടിച്ച് 10 മീറ്ററോളം ദൂരേക്ക് ബൈക്ക് തെറിച്ചു വീഴുകയായിരുന്നു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് അഞ്ചങ്ങാടി PM മൊയ്തീൻ ഷാ ആംബുലൻസ് പ്രവർത്തകർ ഇരുവരെയും ആദ്യം ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും റിസാലിനെ രക്ഷിക്കാനായില്ല. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാത ചാലിശ്ശേരി പട്ടാമ്പി പാതയുടെ നവീകരണം തുടങ്ങി. മന്ത്രി MP രാജേഷിന്റെ ഇടപെടലിനെ തുടർന്ന് RKI 63.79 കോടി രൂപയാണ് പാതയുടെ പുനർനിർമ്മാണത്തിന് അനുവദിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 2 മന്ത്രി മുഹമ്മദ് റിയാസ് പാത നവീകരണം ഉദ്ഘാടനം നടത്തിയത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ റോഡ് സർവേ വിഭാഗം സർവേ തുടങ്ങി. റോഡിന്റെ അഴുക്കുചാൽ നിർമ്മാണമാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. തൃശൂർ ജില്ലാതിർത്തിയായ തണത്തറ പാലത്തിന്റെ സമീപത്തു നിന്നാണ് നിർമ്മാണം തുടങ്ങുന്നത്. റോഡിന്റെ ഇരുവശത്ത് വ്യക്തികളുടെയും കെട്ടിടങ്ങളുടെയും റോഡിലേക്കുള്ള തള്ളിക്കയറ്റം നിരവധിയിടങ്ങളിൽ നടന്നിട്ടുണ്ട്. കയ്യേറ്റം നടത്തി നിർമ്മിച്ച കെട്ടിടങ്ങളും ഷെഡുകളും പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് KSTP ഉദ്യോഗസ്ഥർ നിരവധി പേർക്ക് നോട്ടീസ് നൽകി. ആൾതാമസമില്ലാത്ത ഷെഡുകളും കെട്ടിടങ്ങളും പൊളിച്ചു നീക്കണമെന്ന് അറിയിപ്പെഴുതി നോട്ടീസ് പതിച്ചു. ചാലിശ്ശേരി ക്ഷേത്രം മുതൽ കൂറ്റനാടിനും കൂട്ടുപാതയ്ക്കുമിടയിൽ നിരവധി താൽക്കാലിക ഷെഡുകൾ പൊളിച്ചു നീക്കാനും തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ സ്വകാര്യ വ്യക്തികൾ വലിയ കെട്ടിടങ്ങളോട് ചേർന്ന് താൽക്കാലികമായി ഇറക്കിയ ഷെഡുകൾ എവിടെയും പൊളിച്ചു നീക്കിയതായി കാണുന്നില്ല. കച്ചവടം നിർത്തിപ്പോയ പല കെട്ടിടങ്ങളുടെയും മുൻഭാഗങ്ങളിൽ ഉദ്യോഗസ്ഥർ നോട്ടീസ് പതിച്ചിട്ടുണ്ട്. KSTPയാണ് നിർമ്മാണ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. നവീകരണത്തിന്റെ ഭാഗമായി റോഡിന്റെ വിവിധ സ്ഥലങ്ങളിൽ 28 ഓവുപാലങ്ങൾ പുതുക്കിപ്പണിയും. ആവശ്യമായ സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് ചെയ്ത അഴുക്കുചാലുകൾ ഉണ്ടാവും. കാത്തിരിപ്പ് കേന്ദ്രം, പുതിയ ബസ് ബേകളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് 2026 തുറന്നുകൊടുക്കാനാണ് ലക്ഷ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന കുന്നംകുളം നഗരസഭയുടെ അവസാന കൗൺസിൽ യോഗം സൗഹാർദ്ദത്തിന്റെ ഊഷ്മള കാഴ്ചയായി. ഇറങ്ങിപ്പോക്കും ബഹളവുമില്ലാതെ നടന്ന യോഗത്തിന്റെ സമാപന ശേഷം സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. ഒരേ കൗൺസിലിൽ കഴിഞ്ഞ 5 വർഷമായി രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ പരസ്പരം പോരടിച്ചിരുന്നവർ ഒരു ടേം പൂർത്തീകരിക്കുന്നതിന് മുന്നോടിയായി നടന്ന അവസാന കൗൺസിൽ യോഗം വിയോജിപ്പുകൾ മറന്ന സൗഹാർദ്ദത്തിന്റെ വേദി കൂടിയായി. ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ സ്ഥാപിച്ചു പ്രവർത്തിക്കുന്ന വീടുകൾക്ക് കെട്ടിട നികുതിയിൽ 5% ഇളവ് അനുവദിക്കാൻ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു. ശുചിത്വ മിഷൻ അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഉറവിട മാലിന്യ സംസ്കരണ ഉപാധിയിലൂടെ മാലിന്യ സംസ്കരണം നടത്തുന്നവർക്കാണ് ഇളവ്. വീട്ടുടമ ഹരിതമിത്രത്തിലൂടെയോ K-സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ സത്യവാങ്മൂലം സഹിതം അപേക്ഷിക്കണം. 1 വർഷത്തേക്കാണ് ഇളവ് ലഭിക്കുക. തുടർന്നുള്ള വർഷങ്ങളിൽ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നികുതി ഇളവ് അനുവദിക്കും. സെപ്റ്റിക് ടാങ്കുകളിലെ മലിനജലം സംസ്കരിക്കാൻ വാങ്ങിയ മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ പ്രചാരണം നടത്തും. തെരുവ് വിളക്കുകൾ തെളിയിക്കാൻ കരാറുകാരനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സാമൂഹിക ക്ഷേമ പെൻഷനിൽ സർക്കാർ നിബന്ധനകൾക്ക് വിധേയമായി അർഹരായവരെ ഉൾപ്പെടുത്തും. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയുടെ നവീകരണത്തിൽ ബൈലൈൻ റോഡുകളിലേക്ക് പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിനെ അറിയിക്കുമെന്നും അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മറുപടി നൽകി. യോഗത്തിനു ശേഷം ടൗൺഹാളിൽ സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. നഗരസഭാംഗങ്ങൾക്കായി കഴിഞ്ഞ ദിവസം മൈസൂരിലേക്ക് വിനോദയാത്രയും ഒരുക്കിയിരുന്നു. ചൊവ്വന്നൂർ സെന്റ് ഗ്രിഗോറിയോസ് പള്ളിയിലെ പരുമല തിരുമേനിയുടെ 123ാമത് ഓർമ്മ പെരുന്നാൾ സമാപിച്ചു. ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് സന്ധ്യാ നമസ്കാരം, തുടർന്ന് പ്രദക്ഷിണവും ആശീർവാദം, വിവിധ ആഘോഷ കമ്മിറ്റികളുടെ പെരുന്നാൾ ആഘോഷവും ഉണ്ടായി. ഞായറാഴ്ച രാവിലെ 7:30 പ്രഭാത നമസ്കാരം, വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, വൈകിട്ട് 4:30 ആഘോഷ കമ്മിറ്റികളുടെ സമാപനം, തുടർന്ന് ദേശം ചുറ്റിയുള്ള പ്രദക്ഷിണത്തിനു ശേഷം നേർച്ച സദ്യയോടെ പെരുന്നാൾ സമാപിച്ചു. പെരുന്നാൾ ചടങ്ങുകൾക്ക് വികാരി ഫാദർ ഷിജു കാട്ടിൽ, കൈസ്ഥാനി MC റീഗൻ, സെക്രട്ടറി CV വിൽസൺ തുടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി. വേദപണ്ഡിതർ മാറ്റുരയ്ക്കുന്ന ഋഗ്വേദ പരീക്ഷയായ കടവല്ലൂർ അന്യോന്യം 16-ാം തീയതി ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. 10 ദിവസങ്ങളിലായാണ് കടവല്ലൂർ അന്യോന്യം നടക്കുക. വൈകിട്ട് 4:30 ശ്രീരാമസ്വാമി ക്ഷേത്രാങ്കണത്തിൽ നടത്തുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും.
17-ന് വൈകിട്ടാണ് അന്യോന്യ ചടങ്ങുകളായ വാരമിരിക്കലും രഥ, ജഡ എന്നീ വേദമന്ത്ര പ്രയോഗങ്ങളും തുടങ്ങുക. തൃശൂർ തിരുനാവായ യോഗങ്ങൾ പങ്കെടുക്കും. വേദങ്ങളും ഭാരതീയ വിജ്ഞാന പദ്ധതികളിലെ സംഗീത പാരമ്പര്യവും എന്ന വിഷയത്തിൽ 15-നും 16-നും ദേശീയ സെമിനാറോടെയാണ് പരിപാടികൾ തുടങ്ങുന്നത്. 17-ന് ഭക്തിഗാന സന്ധ്യ, 18-ന് കെ രാഹുലിന്റെ ഭക്തി പ്രഭാഷണം, 19-ന് നൃത്ത നാടകം, 20-ന് സന്യാസിമാർ പങ്കെടുക്കുന്ന ഋഷിവാണി, 21-ന് ഹിന്ദുസ്ഥാനി ഭജൻസ്, 22-ന് വാചസ്പതി വേദബന്ധു പുരസ്കാര സമർപ്പണം, പണ്ഡിതരും ഗവേഷണ വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന വാക്യാർത്ഥ സദസ്സ്, 23-ന് സാഹിത്യ സത്സംഗം, 24-ന് മേളപ്പദം, 25-ന് സോപാന സംഗീതം തുടങ്ങിയ പരിപാടികളുണ്ടാകും. 26-ന് 4 മണിക്ക് സമാപന സമ്മേളനം മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. കരുവാട്ട് വാസുദേവൻ ഭട്ടതിരിപ്പാട് അവാർഡ് സമർപ്പണവും നടക്കും. ചടങ്ങിൽ അന്യോന്യത്തിന്റെ ബ്രോഷർ ഗാനരചയിതാവ് BK ഹരിനാരായണനിൽ നിന്നും കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഏറ്റുവാങ്ങി പ്രകാശനം ചെയ്തു. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിലെ മോനുട്ടി മുസ്ലിയർ സ്മാരക അങ്കണവാടി നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV സുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം AV അബ്ദുൽ ഗഫൂർ, TR ഖാദർ, CK സിദ്ദിഖ്, ഷാഹുൽ ഹമീദ് ചിന്നക്കൽ, പണ്ടാരി മുഹമ്മദ് ഉണ്ണി, PK ഷറഫുദ്ദീൻ, പാഴൂർ റസാഖ്, ALMC അംഗങ്ങൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. പഞ്ചായത്ത് മെമ്പർ TR ഇബ്രാഹിം സ്വാഗതവും ഭാരതി ടീച്ചർ നന്ദിയും പറഞ്ഞു. എടക്കര IDC ഇംഗ്ലീഷ് സ്കൂളിൽ കേരളപ്പിറവിയുടെ ഭാഗമായി ആർട്ട് എക്സിബിഷനും ഫുഡ് ഫെസ്റ്റും സംഘടിപ്പിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾ വിവിധ കരകൗശല വസ്തുക്കളും പഴയകാല ഉപകരണങ്ങളും നാണയങ്ങളും കറൻസികളും പ്രദർശിപ്പിച്ചു. നാളികേരം ഉപയോഗിച്ചുള്ള രുചിയൂറുന്ന വിവിധതരം പലഹാരങ്ങൾ ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ കൊണ്ടുവന്നു. IDC എടക്കര സെക്ഷൻ മാനേജർ അലി മേളരി ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക ഷൈബ, അധ്യാപകരായ ഹാരിസ് ഹാറൂനി, ഷിഹാബ് ഹാറൂനി, മറ്റ് അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. എടക്കഴിയൂരിലെ സാമൂഹിക ക്ഷേമ കാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന അവതാർ ഗല്ലി കമ്മ്യൂണിറ്റി ക്ലബിലേക്കുള്ള കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. മുനീർ അയ്യത്തയിൽ പ്രസിഡന്റ്, ഷജീർ ഹുസൈൻ സെക്രട്ടറി, റിംനാസ് VM ട്രഷറർ, കൂടാതെ 10-അംഗ കോർ കമ്മിറ്റി മെമ്പേഴ്സിനെയും തെരഞ്ഞെടുത്തു. ചരമം. കുന്നംകുളം യേശുദാസ് റോഡിൽ ഉല്ലാസ് അമ്പ്രയിൽ നിര്യാതനായി. മുൻ മുനിസിപ്പൽ കൗൺസിലർ, ആർത്താറ്റ് കുന്നംകുളം ഓർത്തഡോക്സ് മഹാ ഇടവക മാനേജിംഗ് കമ്മിറ്റി മെമ്പർ, മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി ഗവേണിംഗ് ബോർഡ് മെമ്പർ, സെന്റ് മേരീസ് കിഴക്കേ പുത്തൻപള്ളി കൈക്കാരൻ, NCP കുന്നംകുളം മുൻ ബ്ലോക്ക് പ്രസിഡന്റ്, നാഷണലിസ്റ്റ് കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി, ആതുര സേവന രംഗത്തെ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജീന ഉല്ലാസ് ഭാര്യയാണ്. തോമസ് അമ്പ്രയിൽ, അഡ്വക്കേറ്റ് എൽസ അമ്പ്രയിൽ, ജോർജ് അമ്പ്രയിൽ എന്നിവർ മക്കളാണ്. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ. കടവല്ലൂർ കല്ലുംപുറം കൊത്തുള്ളിപ്പറമ്പിൽ പരേതനായ കുട്ടാപ്പു മകൻ കുട്ടൻ നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 1:30-ന് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. ജാനകി ഭാര്യയും കിരൺ, ദീപ്തി എന്നിവർ മക്കളുമാണ്. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.